ഹലോ അസ്സലാമു അലൈക്കും. നമുക്ക് ഇപ്രാവശ്യത്തെ റംസാൻ കിറ്റിൽ എന്താ ഉള്ളത് നോക്കിയേക്കാം. എല്ലാ വർഷവും കിട്ടുന്നതാണ്. എന്തൊക്കെയുള്ളത് നോക്കിയേക്കാം. ഇപ്രാവശ്യം ചായപ്പൊടി, പിന്നെ ഈത്തപ്പഴമുണ്ട്, കരക്ക നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ളതാണ്, അതുണ്ട്. പിന്നെ റവ ഉണ്ട്, സേമിയൻ ഉണ്ടാക്കാനാണ്, തരിക്കഞ്ഞി ഉണ്ടാക്കാനുള്ള റവ ഉണ്ട്. പിന്നെ അതിലിടാനുള്ള ഉണക്കമുന്തിരി, വറുത്തിടാനുള്ള ഉണക്കമുന്തിരി ഉണ്ട്. പിന്നെ ശർക്കര ഉണ്ട്. ഇതൊക്കെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കാനുള്ളതാണ്. പിന്നെ അതിലിടാനുള്ള അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെ നെയ്യുണ്ട്. ഇതൊക്കെ എല്ലാ വർഷം കിട്ടാറുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സേമിയ പാക്കറ്റ്, വലിയ സേമിയ പാക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് 5 കിലോ അരിപ്പൊടി. എല്ലാ വർഷവും നമുക്ക് ബിസ്മിയുടെ പൊടിയൊക്കെയാണ് അധികം കിട്ടാറ്. ഇത് പുതിയൊരു പേര്, അബ്ബാൻസ്. ഞാൻ ആദ്യം കേൾക്കട്ടോ, ഞാൻ ബിസ്മി, അജ്മി ഈ പൊടിയാണ് അധികം ഉപയോഗിക്കാറ്. പക്ഷേ ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, ഉണ്ടാക്കി നോക്കിയാൽ നമുക്കറിയുള്ളൂ. കണ്ടപ്പോൾ നല്ലൊരു തന്നെയാണ്. പിന്നെ 1 കിലോ ബിരിയാണി അരി, പിന്നെ ഉള്ളത് 2 കിലോനോ 3 കിലോൻ്റെ പഞ്ചസാര ഉണ്ട്. ഈ അരിപ്പൊടിയും പഞ്ചസാര അതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ളൊരു സാധനം. പിന്നെ 1 ലിറ്റർ ഓയിൽ, സൺഫ്ലവർ അല്ല, സാധാ ഓയിലാണ്. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഏറ്റവും എല്ലാ ഉപകാരമുള്ള സാധനമാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ചിലവുള്ള സാധനം അരിപ്പൊടിയും പഞ്ചസാരയും.